വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ തംബ്നെയിൽ നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാകും. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് ഒരു കൃത്യമായിട്ടുള്ളൊരു ശ്രദ്ധ കൊടുക്കാതിരുന്നത് കൊണ്ട് മനസ്സിൽ അത്രയും കുറ്റബോധവും സങ്കടവും കൊണ്ടുണ്ടായ ഒരു കമൻ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരിക്കലും ഞാൻ ആ കുട്ടി ഒരുപാട് സമാധാനിപ്പിച്ചു. അതിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് മാത്രമായിരിക്കില്ല പ്രഗ്നൻസി പോയത്. ഹെൽത്തി പ്രഗ്നൻസി ആണെങ്കിൽ അത് ഏതെങ്കിലും ഒരു രീതിക്ക് ഗ്രോ ആയിക്കൊണ്ടിരിക്കും. പക്ഷേ ഉള്ളിലുണ്ടായിട്ടുള്ള ഒരു ഗിൽട്ട് ഫീലിംഗ് കൊണ്ടാണ് ആ കുട്ടി ഇങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് അയച്ചത് കേട്ടോ. അങ്ങനെ ഇനിയൊരു മെസ്സേജ് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് A മുതൽ Z വരെ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ലൈവ് നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ അതിൽ 3/4 കമൻസും വരുന്നത് ചേച്ചി എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നതിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കുവാണെങ്കിൽ ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഇനി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനലിൽ ഡെയിലി എന്നോണം ലൈവ് സെഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡയറക്റ്റായിട്ട് നമ്മൾ ലൈവ് സെഷൻ വരുന്നത്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉള്ള ഡൗട്ട്സൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാവുന്നതാണ്. ഒരിക്കലും ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിനോ ഡോക്ടർ പറഞ്ഞു തരുന്ന വാലിഡ് ആയിട്ടുള്ള ടിപ്സിനോ അത്രയും പോലും വില മതിക്കാൻ പറ്റാത്തതാണ് ഞാൻ പറഞ്ഞു തരുന്ന എല്ലാ അഡ്വൈസും ടിപ്സും ഒക്കെ തന്നെ. കാരണം ഞാനൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ അല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ കിട്ടാൻ വേണ്ടിയിട്ട് മസ്റ്റായിട്ട് ഡോക്ടറെ കാണാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ ടെസ്റ്റ് കിറ്റ് മേടിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഏറ്റവും നല്ല ബ്രാൻഡിൻ്റെ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് മേടിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കാനായിട്ട് നോക്കുക. ലോക്കൽ ബ്രാൻഡോ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബ്രാൻഡിനൊക്കെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിന് ആക്യുറസി എപ്പോഴും ഉണ്ടാകുന്നതിൻ്റെ അത്ര പോലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് എപ്പോഴും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനായിട്ട് മനസ്സിൽ വരുന്ന സമയത്ത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡ്സ് ആയിരിക്കണം. നിങ്ങൾക്ക് ഞാൻ ഒരു 4 ബ്രാൻഡ്സ് പറഞ്ഞുതരാം. ഐക്യാൻ, പ്രഗാന്യൂസ്, അതുപോലെ ക്ലിയർ ബ്ലൂവിൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ്, അതുപോലെ ഇപ്പോൾ അപ്പോളോ ഫാർമസിയുടെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റും വരുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിലല്ലാതെ ബാക്കിയുള്ള ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഓൺലൈനായിട്ടാണ് മേടിക്കുന്നതെങ്കിൽ അത്യാവശ്യം അതിൻ്റെ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് മേടിക്കാനായിട്ട് നോക്കുക. ഷോപ്പിൽ പോയിട്ടാണ് മേടിക്കുന്നതെങ്കിൽ ഈ ഒരു പേര് പറഞ്ഞിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഐക്യാൻ്റെയാണ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. പക്ഷേ പ്രഗാന്യൂസും നല്ലത് തന്നെയാണ്. ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഫസ്റ്റിലും സെക്കൻഡിലും ഒക്കെ യൂസ് ചെയ്തത് ഐക്യാൻ്റെ പ്രഗാന്യൂസിൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ആണ് കേട്ടോ. അങ്ങനെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് കിറ്റ് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻ കേസ് നിങ്ങൾ നേരത്തെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് മേടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ നിങ്ങളതിൻ്റെ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് പീരിയഡ്സ് ആയി പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെയാണ് മേടിച്ചത് 2 ദിവസം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു ധാരണയാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ ആ ടെസ്റ്റ് കിറ്റിൻ്റെ പുറകിൽ ഒരു ടെമ്പറേച്ചർ പറഞ്ഞിട്ടുണ്ടാകും. അത്യാവശ്യം പ്രഗാന്യൂസിൻ്റെയൊക്കെ ഒരു 2 ഡിഗ്രി അതുപോലെ 30 ആ ഒരു റേഞ്ചിലാണ് പറഞ്ഞു കണ്ടിട്ടുള്ളത്. ആ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ റൂം ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കുക. ഫോണിൽ തന്നെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ വാച്ചിലാണെങ്കിൽ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതിനനുസരിച്ചിട്ട് നിങ്ങൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഗൂഗിളിൽ പോയിട്ടാണെങ്കിലും നിങ്ങളുടെ ആ ഒരു ലൊക്കേഷനിലെ ടെമ്പറേച്ചർ എത്രയാണെന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ തന്നെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നോക്കിയിട്ട് ഈ ഒരു ടെമ്പറേച്ചറിനകത്തല്ല നിങ്ങളുടെ ടെമ്പറേച്ചർ എങ്കിൽ 30, ചിലപ്പോൾ സമ്മർ സീസണിലൊക്കെ 34 വരെയൊക്കെ നമ്മൾ ടെമ്പറേച്ചർ പോകും. അങ്ങനെയുള്ള ടെമ്പറേച്ചറിലാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് നോക്കുക. ഫ്രിഡ്ജിൽ താഴത്തെ ഇതിൽ വേണം നിങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട്. ഫ്രീസറിലോട്ട് ഇത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പക്ഷേ നിങ്ങളിപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് മേടിച്ചിട്ട് തന്നെ നാളെ രാവിലെ തന്നെ ടെസ്റ്റ് ചെയ്യാനാണെങ്കിൽ കുഴപ്പമില്ല, റൂമിൽ തന്നെ ടെസ്റ്റ് ചെയ്താൽ വെച്ചാൽ മതിയായിരിക്കും. കാരണം രാത്രി ആകുമ്പോൾ എല്ലാ സ്ഥലത്തെയും ടെമ്പറേച്ചർ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാകും. നോർമൽ ഒരു 30 ഡിഗ്രിയൊക്കെ ടെമ്പറേച്ചർ വരുള്ളൂ. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം ടെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് വന്നതെങ്കിൽ പക്ഷേ പീരിയഡ്സ് ആയി പോയിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണം. അതല്ലെങ്കിൽ അതിൻ്റെ ആക്യുറസിനെ അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അതിൻ്റെ പുറകിൽ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് മസ്റ്റായിട്ട് നിങ്ങൾ വായിച്ചിരിക്കണം. കാരണം ഓരോ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റും അതിൻ്റേതായിട്ടുള്ള രീതിക്ക് ആ പ്രൊഡക്റ്റിൻ്റെ ആക്യുറസി അനുസരിച്ചിട്ടായിരിക്കും പ്രഗ്നൻസിയുടെ ആ ഒരു എത്ര ഡ്രോപ്സ് യൂറിൻ ഇടണം, എത്ര നേരം വെയിറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയും നേരം എടുത്തിട്ട് കൃത്യമായി വായിച്ച് നോക്കിയിട്ട് വേണം പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം യൂറിൻ എടുക്കുന്ന സാമ്പിളാണ്. നമ്മൾ ചില പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൻ്റെയൊക്കെ സാമ്പിൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബോട്ടിൽ പോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സാമ്പിൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടാകും. പക്ഷേ ചില പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിനാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. ജസ്റ്റ് ആ ഒരു സ്ട്രിപ്പോ അതുപോലെ യൂറിൻ ഇടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇത് മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ അങ്ങനെ സ്ട്രിപ്പ് ഇല്ലാതെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കണ്ടെയ്നറും ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾ തന്നെ ഒരു കണ്ടെയ്നർ എടുത്ത് വെച്ചിട്ട് ഒരു ബോട്ടിൽ എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് അത് കഴുകി ഉണക്കി വെച്ചിട്ട് വേണം അതിലേക്ക് യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്യാനായിട്ടോ. പെട്ടെന്ന് അതെടുത്ത് കഴുകി യൂറിൻ ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്യരുത്. കാരണം അതിലെ വെള്ളം മുഴുവൻ നമ്മൾ തുടച്ച് കളഞ്ഞതിന് ശേഷം മാത്രമേ ആ യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കണ്ടെയ്നർ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതിനുശേഷം ആ യൂറിൻ സാമ്പിൾ എടുത്തിട്ട് ആ പുറകിൽ വായിച്ചിട്ടുള്ള കണ്ടീഷൻസ് ഫുള്ളായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതിലോട്ട് യൂറിൻ ഡ്രോപ്സ് ഇട്ട് കൊടുക്കുക. ചിലതിൽ 3 ഡ്രോപ്സ് യൂറിൻ ആയിരിക്കും, ചിലതിൽ 2 ഡ്രോപ്സ് യൂറിൻ ആയിരിക്കും. 3നേക്കാളും കൂടുതൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല. കാരണം അതിൻ്റെ ആക്യുറസിനെ അത് അഫക്റ്റ് ചെയ്യും. എത്രത്തോളം യൂറിൻ ഇട്ട് കൊടുക്കാനാണോ പറഞ്ഞിട്ടുള്ളത് അത്രമാത്രം നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് നിങ്ങൾക്ക് എല്ലാ അറിവുകളുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടല്ല, അത്രയും അറിവില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ലാഗായിട്ട് തോന്നാട്ടോ ഈ ഒരു വീഡിയോ. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ ഏർലി ടെസ്റ്റിംഗ് ചെയ്ത് നോക്കാനായിട്ട് പാടില്ല. ഏർലി ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചില ആളുകൾ ഓവുലേഷൻ കഴിഞ്ഞു ഒരു 6th ഡേ ഒക്കെ ആകുമ്പോൾ ഇംപ്ലാന്റേഷൻ നടന്നിട്ടുണ്ടാകും എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടുള്ള സിംറ്റംസ് ഒക്കെ കണ്ടിട്ടോ നേരത്തെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നവരുണ്ട്. ഒരിക്കലും പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് നമ്മൾ ഏർലി ടെസ്റ്റിംഗ് ചെയ്ത് നോക്കാനായിട്ട് പാടില്ല, വീട്ടിൽ ചെയ്യുന്ന യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ്. കാരണം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ യൂറിനിൽ ഉണ്ടാകുന്ന HCG ലെവൽസ് അത്രത്തോളം എത്താത്തത് കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് ഏർലി സ്റ്റേജിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പാടുള്ളൂ. ഏകദേശം ഡേറ്റ് മിസ്സായിട്ട് 5 ദിവസത്തിന് ശേഷമാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയതെങ്കിൽ നിങ്ങൾക്ക് HCG വാല്യൂ അത്ര തന്നെ ഹൈ ആയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് റിസൾട്ടൊക്കെ 99% വരെ ആക്യുറേറ്റ് ആയിട്ട് തന്നെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി എപ്പോഴാണ് നിങ്ങൾ നേരത്തെ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഡേറ്റ് മിസ്സാവുന്നതിന് മുൻപ് തന്നെ സിംറ്റംസ് ഉണ്ടാകുന്നു, ടയേർഡ്നെസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു, വോമിറ്റ് ചെയ്യാൻ വരുന്നത് പോലെ, ഗ്യാസ് ട്രബിൾ, എപ്പോഴും വയറ് ഹെവി ആയിട്ടിരിക്കുന്നത് പോലെ തോന്നുന്നു, അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് ഈ സിംറ്റംസ് ഒക്കെ വരുന്നത്, പക്ഷേ ഇത് ഭയങ്കര കൂടി വരുവാണ്, കുറയുന്നില്ല ഈ സിംറ്റംസ് എങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഡേറ്റ് മിസ് ആവുന്നതിന് മുൻപ് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഏകദേശം ഡേറ്റ് മിസ് ആവുന്നതിന് ഒരു ദിവസം മുൻപോ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഡേറ്റിന്റെ അന്നോ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇൻ കേസ് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കൃത്യമായിട്ടല്ല കിട്ടിയിട്ടുള്ളതെങ്കിൽ ഒരു 5 ഡേയ്സിന് ശേഷം വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് ടെസ്റ്റ് നടത്തി നോക്കണം കേട്ടോ. പ്രൊജസ്ട്രോണിന്റെ മെഡിസിൻ ഒക്കെ എടുക്കുന്നവർക്കോ അല്ലെങ്കിൽ HCGയുടെ ആ ഒരു ഡോസ് എടുത്തിട്ടുള്ള ആളുകൾക്കോ ചിലപ്പോൾ ഓവുലേഷൻ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രഗ്നൻസിയുടെ പോലുള്ള സിംറ്റംസ് ഒക്കെ കണ്ടുവരാനായിട്ട് ചാൻസ് ഉണ്ട്. HCG ഇഞ്ചക്ഷൻ എടുക്കുന്ന ആളുകൾ എന്ത് വന്നാലും ആദ്യത്തെ 10 ദിവസങ്ങളിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പാടില്ല. യൂറിനിൽ ഡിറ്റക്ട് ചെയ്യുന്നത് HCG ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഫോൾസ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങൾ ബ്ലഡിലാണെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പാടില്ല. പക്ഷേ പ്രൊജസ്ട്രോൺ മെഡിസിൻ എടുക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടേ കിട്ടുള്ളൂ. പക്ഷേ സിംറ്റംസ് ഉണ്ടാകും. കാരണം പ്രഗ്നൻസി ഹോർമോൺ ആയിട്ടുള്ള പ്രൊജസ്ട്രോണും അതുപോലെ HCG ഹോർമോണും കൂടുന്നത് കൊണ്ടാണ് പ്രഗ്നൻസിയുടെ ആദ്യ 3 മാസങ്ങളിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ പ്രൊജസ്ട്രോൺ എടുക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഈ സിംറ്റംസ് ഒക്കെ കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആവുകയും പ്രഗ്നൻസി ആണെന്ന് തീരുമാനിച്ചിട്ട് ഏർലി സ്റ്റേജിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് നെഗറ്റീവ് കിട്ടുന്ന സിറ്റുവേഷൻസും ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഏകദേശം പ്രൊജസ്ട്രോൺ മെഡിസിൻ എടുത്താലും നിങ്ങൾ സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ ബോഡി നന്നായിട്ട് കെയർ ചെയ്തുകൊണ്ട് പോവുക. അതിനുശേഷം സിംറ്റംസ് ഭയങ്കര കൂടുതലായിട്ട് മെഡിസിൻ നിർത്തിയിട്ട് സിംറ്റംസ് ഭയങ്കര കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ചില കണ്ടീഷൻസ് ആഫ്റ്റർ IUI ഡോക്ടേഴ്സ് 14th ഡേ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറയുന്നുണ്ട്. നോർമലി ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നേരത്തെ ആയിരിക്കും ഈ IUIയുടെ ട്രീറ്റ്മെന്റ് നടക്കുന്നവർക്ക് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. കാരണം ഡയറക്റ്റ് ആയിട്ട് ഇത് വജൈനയുടെ അകത്തേക്ക് കടത്തി വിടുന്നത് കൊണ്ട് തന്നെ എഗ്ഗ് പൊട്ടുന്ന കൃത്യം ദിവസം തന്നെ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഫെർട്ടിലൈസേഷൻ നടക്കാനും ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് 14th ഡേ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറയുന്നത്. പക്ഷേ ഇൻ കേസ് ആ ഒരു 14th ഡേ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും നിങ്ങൾക്ക് റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ വീണ്ടും നിങ്ങൾ എന്തായാലും ഡേറ്റ് മിസ്സായിട്ട് 5 ദിവസത്തിന് ശേഷം ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ.
ഇനിയാണ് നിങ്ങൾ എല്ലാവരും കൺഫ്യൂസ്ഡ് ആവുന്ന രണ്ട് ടേംസിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നത്, ഫെയിൻറ്റ് ലൈനും ഇവാപ്പറേഷൻ ലൈനും. എന്താണ് ഫെയിൻറ്റ് ലൈൻ? പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന മങ്ങിയ വര. എന്തുകൊണ്ടാണ് ഈ മങ്ങിയ വര ഉണ്ടാകുന്നതെന്ന് നമുക്ക് ഏറ്റവും ആദ്യം നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ യൂറിൻ ഡ്രോപ്സ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം കാർഡിൽ പറഞ്ഞിട്ടുള്ള അതേ സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ആദ്യത്തെ ലൈൻ ഭയങ്കര ഡാർക്കായിട്ട് വരുന്നു, പക്ഷേ രണ്ടാമത്തെ ലൈൻ ഭയങ്കര നനുത്തമായിട്ട് നമുക്ക് സൂക്ഷിച്ച് കാർഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മാത്രം കാണുന്ന രീതിക്ക് ലൈൻ വരുന്നു. പക്ഷേ ഈ ലൈൻ വരുന്നത് കാർഡിൽ പറഞ്ഞിട്ടുള്ള സമയത്ത് തന്നെയാണ്. ഇത് പോസിറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ലൈൻ പോസിറ്റീവ് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ലൈൻ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിന് ഡിറ്റക്ട് ചെയ്യുന്ന ലെവലിലോട്ട് നമ്മുടെ യൂറിനൽ HCG എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് രണ്ടാമത്തെ ലൈൻ നിങ്ങൾക്ക് ഫെയിൻഡ് ആയിട്ട് കിട്ടിയത്. ഈ ഒരു ടെസ്റ്റ് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത 2-3 ദിവസത്തിനകത്ത് നിങ്ങൾ ഒന്നും കൂടി റിപ്പീറ്റ് ടെസ്റ്റ് നടത്തി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് തന്നെയായിരിക്കും. ഇതാണ് ഫെയിൻറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇത് നോർമലി ഉണ്ടാകുന്ന ഏർലി സ്റ്റേജിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന പലർക്കും ഉണ്ടാകുന്ന നോർമൽ ആയിട്ടുള്ള കണ്ടീഷനാണ്. ഇനി എന്താണ് ഇവാപ്പറേഷൻ ലൈൻ എന്ന് നോക്കാം. നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു, 5 മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്തു, ഒരു ലൈൻ മാത്രമേ വന്നിട്ടുള്ളൂ. ദെൻ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നോക്കുമ്പോൾ കാണുക, അല്ലെങ്കിൽ കാർഡ് എടുത്ത് വെച്ചിട്ട് ഡിസ്പോസ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് രണ്ടാമതൊരു ലൈൻ തെളിഞ്ഞു വന്നതായിട്ട് കാണുക. ഇത് ഞാൻ ആദ്യം ചെയ്തത് മിസ്സായി പോയതാണോ അല്ലെങ്കിൽ രണ്ടാമതായിട്ട് വന്നത് ഞാൻ ശ്രദ്ധിക്കാഞ്ഞതാണോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇവാപ്പറേഷൻ ലൈൻ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു 5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തു, ദെൻ ആ സമയം കഴിഞ്ഞു കഴിയുന്നതനുസരിച്ചിട്ട് ഈ കാർ ടെസ്റ്റിന്റെ ആക്യുറസി നഷ്ടമായിക്കൊണ്ടിരിക്കും. ഈ സമയത്ത് ആദ്യം വന്ന ലൈനിന്റെ എഫക്റ്റ് കൊണ്ട് മാത്രം ജനറേറ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ലൈനാണ് ഇവാപ്പറേഷൻ ലൈൻ എന്ന് പറയുന്നത്. അതൊരു കെമിക്കൽ റിയാക്ഷൻ അവിടെ ഉണ്ടാവുകയാണ് കേട്ടോ രണ്ടാമത്തെ ലൈന്. അതൊരിക്കലും പ്രഗ്നൻസി പോസിറ്റീവ് അല്ല. കാരണം കാർഡിൽ പറഞ്ഞിട്ടുള്ള സമയത്തിനേക്കാളും ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ലൈൻ വന്നത്. അപ്പോൾ ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കാർഡിൽ എത്ര സമയം പറഞ്ഞിട്ടുണ്ടോ അത്രയും സമയം വരെ നിങ്ങൾ ആ കാർഡിന് മുമ്പിൽ തന്നെ ഇരുന്ന് മോണിറ്റർ ചെയ്യണം. 5 മിനിറ്റ് കാർഡിൽ പറഞ്ഞാലും ചുരുങ്ങിയത് ഒരു 7 മിനിറ്റ് വരെയെങ്കിലും നിങ്ങൾക്ക് ആ കാർഡിന് മുമ്പിൽ തന്നെ ഇരിക്കാവുന്നതാണ്. അതിനുശേഷം ഒരു 10 മിനിറ്റിന് ശേഷം വരുന്ന ലൈനൊക്കെ കൃത്യമായിട്ടുള്ള റിസൾട്ട് ആയിരിക്കില്ല. അതൊക്കെ ഇവാപ്പറേഷൻ ലൈനാണ്. അതിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഹൂക്ക് എഫക്റ്റ് എന്നാണ് ഈ ഇതിന്റെ ടേം എന്ന് പറയുന്നത്. ഹൂക്ക് എഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ചില ആളുകൾ ചേച്ചി പ്രഗ്നൻസി ഞങ്ങളുടെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞു, ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രഗ്നൻസി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഞാൻ നേരത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഒന്ന് സേവ് ചെയ്ത് വെക്കാൻ ഒരു മെമ്മറിക്ക് വേണ്ടി എടുത്തതാണ്. പക്ഷേ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ റിസൾട്ട് നെഗറ്റീവ്. എന്തുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ ഉണ്ടായതെന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അതിന്റെ പേരാണ് ഹൂക്ക് എഫക്റ്റ്. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിനെ ഡിറ്റക്ട് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് ഹൈയിൽ HCGയുടെ ലെവൽ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഹൂക്ക് എഫക്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ. ഇത് HCG വാല്യൂ ഒരുപാട് കൂടി പോകുന്ന സിറ്റുവേഷൻസിൽ, അതായത് ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കുന്ന സിറ്റുവേഷൻസിലും മോളാർ പ്രഗ്നൻസി ഉണ്ടാകുന്ന കണ്ടീഷൻസിലുമാണ് ഈ ഹൂക്ക് എഫക്റ്റ് പൊതുവെ കണ്ടുവരുന്നത് കേട്ടോ. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സിംറ്റംസ് ഒരുപാട് ഉണ്ടാകും. പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടാകും, ബ്ലഡ് ടെസ്റ്റിൽ കൺഫേം ചെയ്തിട്ടുണ്ടാകും, പക്ഷേ കാർഡിൽ നോക്കുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. ഈ ഒരു കണ്ടീഷൻ പലപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് സിംറ്റംസ് വരുമ്പോൾ ഞാൻ പലരോടും പറയാറുണ്ട്, റിസൾട്ട് നെഗറ്റീവ് ആകുമ്പോൾ കണ്ടിന്യൂസ് സിംറ്റംസ് ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ബ്ലഡ് കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതാണ് ഈ ഹൂക്ക് എഫക്റ്റ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വെള്ളം കുടിക്കാനോ അതുപോലെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനേറ്റ് ചെയ്യാനായിട്ടോ പാടില്ല. ചില ആളുകൾ ഫോണിൽ അലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഒരു 4 മണിയാകുമ്പോൾ എടുത്ത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് അലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. പക്ഷേ 3 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പരവേശവും വെപ്രാളവും ഒക്കെ കൊണ്ട് കുറച്ചധികം വെള്ളം അങ്ങോട്ട് കുടിക്കും. എന്നിട്ട് രാവിലെ ആദ്യത്തെ യൂറിനിൽ ചെയ്യാനല്ലേ ചേച്ചി പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ആ യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കും. ആ സിറ്റുവേഷനിൽ നമ്മുടെ യൂറിൻ ഡൈല്യൂട്ട് ആയി പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പ്രഗ്നൻസി ഹോർമോൺസ് നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയമാണ്. പക്ഷെ നമ്മൾ തുടർച്ചയായിട്ട് ഒരുപാട് വെള്ളം കുടിക്കുന്നതോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂറിനേറ്റ് ചെയ്യുന്നതോ അതിൻ്റെ ആക്യുറസിനെ അഫക്റ്റ് ചെയ്യാം. അതുകൊണ്ട് നമ്മളൊരു 4 മണിക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് നേരത്തെ എഴുന്നേറ്റ് കുറച്ച് വെള്ളം ഒന്നും കുടിച്ചിട്ട് കിടക്കാനായിട്ട് പാടില്ല. അതുപോലെ നിങ്ങൾ ധാരാളം യൂറിനേറ്റ് ചെയ്ത് കളയാനായിട്ടും പാടില്ല കേട്ടോ. ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇനി രാവിലെ ആദ്യത്തെ സമയത്ത് ഞങ്ങൾക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് സാധിച്ചില്ല. ഇനി ഏത് സമയത്താണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടനേരങ്ങളിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. പക്ഷേ കുറച്ച് കണ്ടീഷൻസ് നിങ്ങൾ നോക്കണം. ഒരു 4 hours വരെ വെള്ളം ഒരുപാട് കുടിച്ചിട്ടില്ല, അതുപോലെ 4 hoursനുള്ളിൽ ഒരുപാട് യൂറിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു പടി കൂടി ആക്യുറസി ആയിരിക്കും രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചില കേസുകളിൽ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിന്റെയും ആക്യുറസിയിൽ വ്യത്യാസം ഉണ്ടാകാം. കുറച്ചധികം നാളിപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ കൃത്യമായിട്ട് ആ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് സ്റ്റോർ ചെയ്ത്
വെച്ചിട്ടില്ല, ഫ്രിഡ്ജിൽ പ്രോപ്പറായിട്ട് വെച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ അതിൻ്റെ ആക്യുറസിയിൽ വ്യത്യാസം വരാം. അതുപോലെ നിങ്ങളും കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുന്ന പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ആണെങ്കിൽ അതിൻ്റെയും ആക്യുറസിയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ ഡോക്ടറെ പോയി കണ്ട് സ്കാനിങ്ങും നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതല്ലെങ്കിൽ തൊട്ടടുത്ത ലാബിൽ പോയിട്ടാണെങ്കിലും നിങ്ങൾ പ്രഗ്നൻസി യൂറിൻ വെച്ചിട്ടാണെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരിക്കലും ഒരു ഗിൽട്ട് ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. കാരണം ഒരുപാട് പേര് സങ്കടം പറയുന്നുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത്രയും ഉള്ളൂ വീഡിയോ.